വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോസിന് വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് ട്രാഫിക് സിഗ്നൽസ് എങ്ങനെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ നോക്കാം. അപ്പം ഞാനിതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു നിറമാണ്. ഓക്കെ, ഈ ഒരു നിറവും ആകൃതിയും നിങ്ങൾ ശ്രദ്ധിച്ചോ? നീല കളറിൽ ഒരു ചതുരം അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ സമചതുരത്തിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കളർ ഈ ബോക്സിൽ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ ഒരു ബോക്സിൽ ഒരു നീല കളറിൽ ചിത്രം തന്നിരിക്കുക. ആ ചിത്രത്തിലായിരിക്കും ഒരു സൈൻ ബോർഡ് നിങ്ങൾക്ക് തന്നാൽ നിങ്ങളത് മനസ്സിലാക്കേണ്ടത് എന്താണ്, പാർക്കിംഗ് എന്നുള്ളതായിരിക്കും അതിൽ വരിക എന്നുള്ളതാണ്. ഇപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് 2 ദിശകളിലും പാർക്കിംഗ് എന്നാണ് പി എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഏറോ മാർക്കും ശ്രദ്ധിക്കുക, 2 ദിശകളിലേക്കും 2 ഏറോ മാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീല കള്ളിയിൽ പി എന്ന് കൊടുത്തിട്ടുള്ളത് എന്തായിരിക്കും, പാർക്കിംഗ് ആയിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും വണ്ടികൾ അതൊക്കെ ഞാൻ അടുത്തതിൽ പറയാം. ഇതിപ്പോൾ ഇരുവശത്തും പാർക്കിംഗ്, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് സൈക്കിളിൻ്റെ ചിഹ്നമാണ് ആ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായിരിക്കും, സൈക്കിൾ പാർക്കിംഗ്. ഇതിൽ പാർക്കിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, സ്കൂട്ടറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും ഇതെന്താണ്, സ്കൂട്ടറുകൾക്കുള്ള പാർക്കിംഗ്. ഇതിൽ കണ്ടോ ഓട്ടോറിക്ഷ കണ്ടോ, അപ്പോൾ ഇത് എന്താണ്, ഓട്ടോറിക്ഷ പാർക്കിംഗ്. ഇതെന്താണ്, ഇതിലൊരു ടാക്സി അല്ലെങ്കിൽ കാറാണ്. അപ്പോൾ എന്താണ്, ടാക്സികൾക്കുള്ള പാർക്കിംഗ്. ഈ പി എന്ന ബോർഡിൽ വരുന്നതൊക്കെ പാർക്കിംഗ് ആയിരിക്കും, നീല കളറിൽ പി എന്ന ബോർഡിൽ വരുന്നതൊക്കെ. നെക്സ്റ്റ് നമുക്ക് ഇതെന്താണ്, വികലാംഗരാണ്, ഡിസബിലിറ്റി പേഴ്സൺസ്, അതാണ് വികലാംഗർ എന്ന ബോർഡാണ് അവിടെ തന്നിട്ടുള്ളത്. നന്നായി മനസ്സിലാക്കുക. ഇനി ഇതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ളത് ആശുപത്രി. ആശുപത്രി നമുക്ക് മിക്ക ആളുകൾക്കും അറിയായിരിക്കും, ഒരു ബെഡ് ഉണ്ട്, പിന്നെ ഒരു പ്ലസ് ചിഹ്നമുണ്ട്. ഓക്കെ, അതാണ് ആശുപത്രി. ഇനി അടുത്തതും ഈ ആശുപത്രിയും വേറൊരു സാധനം ഇപ്പോൾ വരും, അതും മാറിപ്പോകാൻ പാടില്ല. ഈ ആശുപത്രിയിലെ ഈ പ്ലസ് മാർക്ക് കണ്ട്, ഈ പ്ലസ് മാർക്ക് മാത്രം വരുന്നത് പ്രഥമ ശുശ്രൂഷയാണ്. ഇതും ആശുപത്രിയും തമ്മിൽ നിങ്ങളോട് ഒരു കാരണവശാലും മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ബെഡ് ഉള്ളത് ഹോസ്പിറ്റലാണ്. ഇതെന്താണ്, ടെലിഫോൺ, പബ്ലിക് ടെലിഫോൺ. ഓക്കെ, ഇതൊക്കെ വിവരദായകമായിട്ടുള്ള ചിഹ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, ഈ നീല ബോക്സിനുള്ളിൽ പാർക്കിങ്ങും അല്ലെങ്കിൽ മറ്റ് ചിത്രങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് വിവരദായകമായിട്ടുള്ള സൂചനകളാണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് വിവരദായകം, നമുക്ക് വിവരങ്ങൾ തരികയാണ്, അവിടെ ഇതുണ്ട് അല്ലെങ്കിൽ അവിടെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ തരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇങ്ങനെ ഒരു വൃത്താകൃതിയിൽ ഇങ്ങനെ ക്രോസ് മാർക്കോടുകൂടി ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും ഉണ്ടാവുക എന്ന് വെച്ചാൽ, ചെയ്യാൻ പാടില്ല, ചെയ്യരുത്, നിർബന്ധമായും, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലുണ്ടാവുക. അപ്പോൾ ചുവന്ന കളറ് ഓർമ്മിക്കുക. ഇതിൽ കണ്ടോ, സ്റ്റോപ്പ്, ചുവന്ന കളറിൽ നിർത്തുക. ഇനി ഇതിൽ കണ്ടോ, ഇത് ഗിവ് വേ, പോകാൻ അനുവദിക്കുക. ഇത് കണ്ടോ വൃത്താകൃതിയിൽ, ഇത് പ്രവേശനം ഇല്ല എന്നാണ്. നമ്മൾ ഏറോ മാർക്കും ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ഒരു ദിശയിൽ നിരോധിച്ചിരിക്കുന്നു, 2 ദിശയിലും വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏറോ മാർക്കും ആ ഒരു കളറും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് സൈക്കിളിന് പ്രവേശനമില്ല, കാരണം റെഡിൽ ഇല്ല എന്നുള്ളതാണ് ആ വര. ചരക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, കാൽനട യാത്രക്കാർക്ക് പ്രവേശനമില്ല, പിന്നെയോ കാളവണ്ടികൾക്ക് പ്രവേശനമില്ല. അതിൽ കാളവണ്ടി ഉണ്ട്, അതിന് പ്രവേശനമില്ല എന്നതാണ് ആ ഒരു വൃത്തത്തിൽ ഇത് സൂചിപ്പിക്കുന്നത്. കൈവണ്ടികൾക്ക് പ്രവേശനമില്ല, കുതിരവണ്ടികൾക്ക് പ്രവേശനമില്ല. പ്രവേശനമില്ല എന്നുള്ളതായിരിക്കും ഇതിൽ. എല്ലാ മോട്ടോർ വാഹനങ്ങളും നിരോധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, നിരോധിച്ചിരിക്കുന്നു. ഇത് ഉയര പരിധി, ഇത് ആക്സിൽ ഭാര പരിധി,
ഇത് ദൈർഘ്യപരിധി. ഇത് ഇടത്തേക്ക് തിരിയാൻ പാടില്ല, വലത്തോട്ട് തിരിയാൻ പാടില്ല, വാഹനങ്ങളെ മറികടക്കുന്നത് നിരോധിച്ചിരിക്കുന്നു, യു ടേൺ നിരോധിച്ചിരിക്കുന്നു, കൂടിയ വേഗതാ പരിധി. ഇതിലൊന്നും ആ ഒരു മാർക്കില്ല. ഹോൺ നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ നിരോധിച്ചിരിക്കുന്നു ഇല്ല എന്നുള്ളതിലൊക്കെ ഈ റെഡിൽ മാർക്ക് ഉണ്ടാവും. ബസ് സ്റ്റോപ്പ്. അല്ലാത്തത് വെറും വൃത്തമായിരിക്കും, ഇങ്ങനെ വെറും റൗണ്ട് മാത്രം. നിർത്തുകയോ നിലകൊള്ളുകയോ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും, ഓപ്ഷൻസ് പോലും നോക്കാതെ. ഹോൺ നിരോധിച്ചിരിക്കുന്നു, ഇതൊക്കെ കണ്ടില്ലേ ഇത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ ഏത് കളറിലാണ് വരിക നോക്കാം. നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ വൃത്താകൃതിയിൽ നീല നിറത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ രണ്ടിൽ നമ്മൾ പറഞ്ഞത് നിരോധിച്ചിരിക്കുന്നു, ഇത് നിർബന്ധം. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിച്ചോളൂ, കണ്ടോ, നിർബന്ധമായും നേരെ പോകുക, നീല കളറിൽ വൃത്താകൃതിയിൽ. ഏറോ മാർക്ക് ശ്രദ്ധിക്കുക. നിർബന്ധമായി മുന്നിൽ ചെന്ന് ഇടത്തേക്ക് തിരിയുക. ഏറോ മാർക്കും കളേഴ്സും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിർബന്ധമായും വലത്തേക്ക് തിരിയുക, നിർബന്ധമായും ഇടത്തേക്ക് തിരിയുക, നിർബന്ധമായും മുന്നിൽ ചെന്ന് ഇടത്തേക്ക് തിരിയുക, നിർബന്ധമായും മുന്നിൽ ചെന്ന് വലത്തേക്ക് തിരിയുക. സോറി, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് മുഴുവൻ വേർഡും വ്യക്തമല്ല, നിർന്നില്ല. നിർബന്ധമായും ഇടത്തേക്ക് അല്ലെങ്കിൽ നേരെ പോകുക, നിർബന്ധമായും ഇടതുവശം ചേർന്ന് പോകുക, സൈക്കിൾ ട്രാക്ക്, നിർബന്ധമായും ഹോൺ മുഴക്കുക. എല്ലാ നിയന്ത്രണങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഇത് മാത്രം വേറൊരു കളറാണ്. ഇനി അടുത്തത് നമുക്ക് മുന്നറിയിപ്പ് ബോർഡുകൾ ഇങ്ങനെ ത്രികോണാകൃതിയിൽ റെഡ് കളറിലാണ് ഉണ്ടാവുക. മുന്നറിയിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നിൽ എന്താണുള്ളത് നമുക്കറിയാൻ പറ്റില്ല. എന്തെങ്കിലും തടസ്സം, വളവ്, അങ്ങനെ നമുക്ക് മുന്നറിയിപ്പ് തരുന്ന, നമ്മളിപ്പോൾ മുന്നോട്ട് പോവുകയാണ്, അപ്പോൾ അവിടെ അത് തടസ്സമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് സൂചന തരുന്ന ബോർഡുകളാണ് ഇതൊക്കെ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുന്നിൽ ഇടതുവശത്തേക്കുള്ള വളവ് കണ്ടില്ലേ ത്രികോണാകൃതിയിൽ, ഇത് മുന്നിൽ വലതുവശത്തേക്കുള്ള വളവ്, ഇടത് ഹെയർപിൻ വളവ്, വലത് ഹെയർപിൻ വളവ്, ഇടതുവശത്തേക്ക് സിഗ്സാഗ് വളവ്, മുന്നിൽ വീതി കൂടിയ റോഡ്, മുന്നിൽ ഇടുങ്ങിയ വഴി. ഈ ബ്ലാക്ക് കളറൊക്കെ നിങ്ങൾ റോഡായിട്ട് കണക്കാക്കിയാൽ മതി. കുത്തനെയുള്ള കയറ്റം, ഈ ത്രികോണത്തിൻ്റെ ഉള്ളിൽ വരുന്ന ബ്ലാക്ക്. കുത്തനെയുള്ള ഇറക്കം, പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. വലതുവശത്തേക്ക് സിഗ്സാഗ് വളവ്. ഏറോ മാർക്സൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റോഡിൽ താഴ്ച, ഇപ്പം 2 റോഡ്, പിന്നെ അവിടെ നടുക്കൊരു താഴ്ച കണ്ടില്ലേ. സ്ലിപ്പറി റോഡ്, വണ്ടി ഇങ്ങനെ സ്ലിപ്പാകുന്ന ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. ചരൽ റോഡ്, നമ്മളിങ്ങനെ വണ്ടി പോകുമ്പോൾ അവിടെ ഇങ്ങനെ ചരൽ തെറിക്കുന്ന കാണുന്നില്ലേ. വീഴുന്ന പാറകൾ, റോഡിലേക്ക് ഇങ്ങനെ പാറകൾ വീഴാണ്. കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ച് കടക്കുന്നു. സൈക്കിൾ യാത്രികൻ റോഡ് മുറിച്ച് കടക്കുന്നു. മുന്നിൽ സ്കൂളുണ്ട്. ഫെറി, റോഡിൽ കന്നുകാലികൾ ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ കന്നുകാലികൾ. റോഡിൽ തൊഴിലാളികളുണ്ട്. ട്രാഫിക് സിഗ്നൽ അറിയാലോ. ക്രോസ് റോഡ്, ഇടതുവശത്തേക്ക് റോഡുള്ള ജംഗ്ഷൻ. ആ കറുപ്പ് നിങ്ങൾ റോഡായിട്ട് കണ്ടാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വലതുവശത്തേക്ക് റോഡുള്ള ജംഗ്ഷൻ. ചെരിഞ്ഞ റോഡുള്ള ജംഗ്ഷൻ. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എന്താ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പറ്റില്ല,
അല്ലെങ്കിൽ എന്താണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല ഇല്ല എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ, ഈ ഒരു സൈൻ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു ബോക്സ് കണ്ടു കഴിഞ്ഞാൽ അതിൽ വിവരദായകമായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് തരുന്നത്, പാർക്കിംഗ്, പിന്നെ ആശുപത്രി, അങ്ങനെയുള്ള വിവരങ്ങൾ തരുന്നതായിരിക്കും. ഇത് ഞാൻ പറഞ്ഞു. നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു വൃത്തത്തിലാണ് ഉണ്ടാവുക. പിന്നെ ഇത് മുന്നറിയിപ്പ് ബോർഡുകൾ. ഓക്കെ.